പി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കുന്നില്ല. അല്ലെങ്കിൽ അവരെ മേയർ സ്ഥാനത്തല്ലെങ്കിൽ കുറെ കൂടി അവർക്ക് ഉചിതമായ ഒരു പദവി തന്നെ നൽകണം എന്നതാണ് BJP നേതൃത്വം, സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരിപ്പിക്കും. ഏറ്റവും BJPക്ക് സാധ്യതയുള്ള വിജയസാധ്യത പുലർത്തുന്ന A ക്ലാസ് മണ്ഡലത്തിൽ തന്നെയാകും മത്സരിപ്പിക്കുക. വട്ടിയൂർക്കാവ് പോലുള്ളൊരു മണ്ഡലം തന്നെയായിരിക്കും ആർ ശ്രീലേഖയെ പരിഗണിക്കാൻ സാധ്യത. കാരണം അവർ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന, കൗൺസിലേക്ക് പ്രതിനിധാനം ചെയ്യുന്ന ശാസ്തമംഗലം വാർഡ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭാ മത്സരത്തിൽ അവരെ പ്രതീക്ഷിക്കാം. അതിലുപരിയുള്ള ഒരു പ്ലേസ്മെന്റ് ആർ ശ്രീലേഖയ്ക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് പറയുമ്പോഴും ഡെപ്യൂട്ടി മേയർ ആര്? അപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖ ഇപ്പോൾ വനിതാ സംവരണമാണെങ്കിൽ പോലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖയെ പരിഗണിക്കുന്നില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ പരിഗണിക്കുന്നത് ഉചിതമാകില്ല എന്നത്. ശരി പ്രശാന്ത്, ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് പ്രേക്ഷകരിലേക്ക് അറിയിക്കാൻ നമുക്ക് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കൗൺസിലർമാരുടെ യോഗം ചേരുന്നു. അതിന് മുന്നോട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വലിയ സസ്പെൻസ് നിലനിന്ന ഒരു ചർച്ചകളിലാണ് ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. അവിടെ VV രാജേഷിനാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന മുൻതൂക്കം.